ദൈവം ഓർത്ത ഒത്തിരി പേരുണ്ട്. ആമേൻ. അവരുടെയൊക്കെ ലൈഫിനകത്ത് നന്മ വെളിപ്പെടത്തില്ലെന്ന്, അല്ല നന്മ ഇനി കാണത്തില്ലെന്ന്, ഇനി ഒരു മുള പൊട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞവരെയൊക്കെ കർത്താവ് ഓർത്തു. ആമേൻ. ഹല്ലേലൂയ. ഹന്നെ കർത്താവ് ഓർത്തില്ലേ? ആമേൻ. വീടിനകത്ത് ഒറ്റപ്പെട്ട ഒരു സഹോദരിയാ. ഒത്തിരി വേദനയിലൂടെ അവിടെ ലൈഫ് പോവുക. ഹല്ലേലൂയ. സങ്കടപ്പെട്ടവളിരിക്കുകയാ. അവളെ ഓർക്കാൻ ഒരുപക്ഷെ ആരുമില്ല. ഓടിച്ചെന്നപ്പോൾ പുരോഹിതന് പോലും അവളെ ഓർക്കാനോ അല്ലെങ്കിൽ ഹല്ലേലൂയ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ പറ്റിയില്ല. പക്ഷെ ഓർക്കേണ്ടവൻ ഓർത്തു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ കാണേണ്ടവൻ അവിടെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞപ്പോ, അപേക്ഷ കേൾക്കേണ്ട കരത്തിനകത്തേക്ക് അവളുടെ അപേക്ഷ ചെന്നപ്പോ, ഹല്ലേലൂയ അതുവരെ ഇല്ലാത്ത വിടുതൽ അവളുടെ ലൈഫിനകത്ത് വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയാ, ആരെങ്കിലുമൊക്കെ ഓർക്കാമെന്ന് പറഞ്ഞ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അത് വിട്. മനുഷ്യൻ പറഞ്ഞാൽ മനുഷ്യൻ മറന്നു പോകും. മനുഷ്യൻ ഓർക്കാമെന്ന് പറയോ, പക്ഷെ ആരും നിന്നെ ഓർക്കത്തില്ല. പക്ഷെ സ്വർഗം നിന്നെ ഓർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീടിനകത്ത് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലെ ഈ സഹോദരി ആലയത്തിനകത്തേക്ക് ഓടിച്ചെല്ലുന്നേ. ഹല്ലേലൂയ. ഒത്തിരി സങ്കടമാ വീടിനകത്ത് ഇരിക്കുമ്പോ. കാരണം പ്രതിയോഗി ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇവിടെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക, കുത്തി നോവിപ്പിക്കുക, ദേഷ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഹല്ലേലൂയ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആരോടും ഇവൾക്ക് സങ്കടം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണേ, കറക്റ്റായ സ്ഥലത്ത് അവളുടെ അപേക്ഷ ചെന്നപ്പോൾ സുജാനി പരിശുദ്ധന്മാരോട് പറയുന്നു, ഹല്ലേലൂയ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ തലമുറയുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ നിനക്ക് ചെയ്യാൻ പറ്റാത്ത, നിന്നെ കൊണ്ട് നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങള് കർത്താവിന്റെ കരത്തില് ഒരപേക്ഷ പോലെ സമർപ്പിക്കാൻ തുടങ്ങിക്കോ. തമ്പുരാൻ ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്. മാതാവേ, നീ വീടിനകത്ത് പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങേ തലയ്ക്ക് എത്ര രാജ്യങ്ങൾക്ക് അപ്പുറത്താണെങ്കിലോ അവിടെ വിടുതൽ വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി ആത്മാ പ്രവചിക്കുകയാ. നീ പായിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ ഏത് കൂട്ടുകെട്ടിനകത്ത് അല്ല ഏത് മേഖലക്കകത്ത് തലമുറ പോയാലോ തിരിച്ചു തമ്പുരാൻ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. തമ്പുരാൻ നിന്നെ ഓർക്കാൻ തുടങ്ങുകയാ. എന്റെ പരിശുദ്ധമ്മ പറയുന്നു, തമ്പുരാൻ നിന്നെ ഓർക്കാൻ തുടങ്ങുകയാ. നിന്റെ അപേക്ഷ കർത്താവ് എടുക്കാൻ തുടങ്ങുകയാ. നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കുകയാ. ഒന്നും ചെയ്യണ്ട കേട്ടോ, മാനുഷികമായി ഒന്നും ചെയ്യണ്ട. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിക്കോ. മാനുഷികമായി ചെയ്യാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത്, ഹല്ലേലൂയ. നമുക്കൊക്കെ മാനുഷികമായി പറയാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റുന്നതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഹന്നയ്ക്ക് മാനുഷികമായി ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻ അത്രേ ഉള്ളായിരുന്നു. ആലയത്തിൽ അവസാനമാത് അവളുടെ സങ്കടത്തിന്റെ എക്സ്ട്രീം ലെവല് കഴിഞ്ഞു അങ്ങറ്റമെത്തി. അവസാനം അവൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആലയത്തിൽ പോയി തൻ്റെ സങ്കടം ഒന്ന് ബോധിപ്പിക്കാനാ. ഹല്ലേലൂയ. തൻ്റെ സങ്കടയാചന ഒന്ന് പകരാനാ. പക്ഷെ ആലയത്തിൽ ചെന്നിട്ടും വിപരീതമായതാ സംഭവിച്ചേ. വിപരീതമായതാ സംഭവിച്ചേ. പക്ഷെ ആലയത്തിലിരുന്ന് അന്നെ നീ ആരും കാണാതെ കരഞ്ഞ കണ്ണുനീരില്ലേ, ആരും കാണാതെ നീ ഒഴുക്കിയ കണ്ണുനീരില്ലേ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുക, പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് മുഴങ്കാലിൽ തല താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോ ആരും കാണാതെ നിന്റെ കണ്ണിനകത്ത് നിന്ന് വീഴുന്ന കണ്ണുനീർ തുള്ളികളില്ലേ, ഒരു പക്ഷെ ആരും കണ്ടില്ലെങ്കിലോ കാണുന്നൊരു ദൈവമുണ്ട്, അതറിയുന്നൊരു ദൈവമുണ്ടെന്ന്. ഒരു പക്ഷെ നിന്റെ ഭർത്താവ് അത് കാണുന്നില്ല, നിന്റെ ഭാര്യ അത് കാണുന്നില്ല,
നീ കാണുമെന്ന് ചിന്തിച്ച ആരും കാണത്തില്ലെങ്കിലും ഹല്ലേലൂയ, ഉയരത്തിലെ തമ്പുരാൻ നിന്റെ കണ്ണുനീര് കാണുന്നുണ്ട്. ആരെ നോക്കി ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുന്നല്ലോ, ഓ റബ ശന്തരാധന, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീ കരഞ്ഞ കണ്ണുനീരുകൾ, കരഞ്ഞ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. കരഞ്ഞ കണ്ണുനീരുകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ നീ ചിന്തിക്കോ, ആലയത്തിൽ ഓടിച്ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ആരെങ്കിലും ഒക്കെ കാണോ? അവിടെയുള്ള അഭിഷിക്തൻ കാണോ? അല്ല അവിടെയുള്ള ചർച്ചിലെ ബാക്കിയുള്ളവർ കാണോ? അവരൊക്കെ ഒരു ആശ്വാസം പകരും? നോ. ഹല്ലേലൂയ. കുറച്ചുകൂടെ കുത്തി നോവിക്കാനേ മറ്റുള്ളവർക്ക് പറ്റത്തുള്ളൂ. പക്ഷെ ഹന്നേ, നിന്റെ സങ്കടം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ഓർക്കാൻ തുടങ്ങിയാൽ ഉറബ ശന്തരാധന അർച്ചന വൈഡ രകൽക്കമന ഘടകസിയ ഹല്ലേലൂയ, ആ ദൈവം നിന്നെ ഓർക്കാൻ തുടങ്ങിയ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ ഉദരമില്ലേ? ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ ഉദരമില്ലേ? ഹന്നേ ഹല്ലേലൂയ, ഒരിക്കലും തുറക്കത്തില്ലെന്ന് എല്ലാവരും ചേർന്ന് പറഞ്ഞ ഉദരമില്ലേ? തമ്പുരാൻ നിന്നെ ഓർക്കാൻ തുടങ്ങിയ ഹല്ലേലൂയ, നിന്റെ ഉദരത്തിനകത്തിരുന്ന അടുത്ത ഒരു പ്രവാചകൻ പുറത്തു വരുമെന്ന്. ഹല്ലേലൂയ. തമ്പുരാൻ നിന്നെ ഓർക്കാൻ തുടങ്ങിയാൽ, ഞാനിങ്ങനെ പറയട്ടെ, ഒരുപക്ഷെ പെനീന ഒത്തിരി കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കാണാം, മക്കളൊക്കെ പ്രസവിച്ചു. ഹല്ലേലൂയ. പക്ഷേ തമ്പുരാൻ ഓർത്തവളുടെ ഉദരത്തിനകത്തു നിന്ന് തമ്പുരാൻ ഓർത്തവളുടെ ഉദരത്തിനകത്തു നിന്ന് അടുത്ത ഒരു പ്രവാചകൻ പുറത്തു വന്നെങ്കിൽ, അടുത്ത നിയോഗമുള്ളവൻ പുറത്തു വന്നെങ്കിൽ, ആലയത്തിൽ വിളക്ക് കത്തിക്കാൻ പുറത്തു വന്നെങ്കിൽ, ഇന്നൊരു രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, ദൈവം നിന്നെ ഓർക്കാൻ തുടങ്ങിയ ചരിത്രം നിന്റെ മുന്നിൽ വഴിമാറുമെന്ന്. ഹല്ലേലൂയ. എന്തോ അത് ഭയങ്കരമായിട്ട് ഇടപെടുന്നു. ആ തമ്പുരാൻ നിന്നെ ഓർക്കാൻ തുടങ്ങിയ പെനീനെ പ്രസവിച്ചതുപോലെ അല്ല അങ്ങനെയുള്ള പെനീന കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ഇടം നേടിയ ഹല്ലേലൂയ ദാൻ മുതൽ ബേർശേബ വരെ ഹല്ലേലൂയ കർത്താവിന് പ്രയോജനപ്പെടേണ്ട ഒരു തലമുറയെ ഉദരത്തിനകത്ത് ക്യാരി ചെയ്യാൻ, ഉദരത്തിനകത്ത് വഹിക്കാൻ ഹന്നെ നിന്റെ ഉദരത്തെ റെഡിയാക്കി, ഹന്നെ നിന്റെ ഉദരത്തെ റെഡിയാക്കി എന്റെ ദൈവം നിന്നെ ഓർക്കുമെന്ന് ഞാൻ പറഞ്ഞ ഇന്ന് രാത്രി പിടിച്ച ദൈവനെ നിന്റെ ലൈഫിനകത്തേക്ക് ഇട്. അത് യേശുവിന്റെ നാമത്തിൽ കീഴിക്കട്ടെ. സകലരും നിൽക്കുന്നത് പോലെ അല്ല നിന്റെ വിടുതല്, സകലർക്ക് വെളിപ്പെടുന്നത് പോലെ അല്ല നിന്റെ വിടുതല്. അല്പസമയമൊക്കെ അടഞ്ഞെന്ന് തോന്നിയാലോ ഇനി പുറത്ത് വരത്തില്ലെന്ന് പിശാച് പറഞ്ഞാലോ, അടഞ്ഞ വാതിലുകൾ നിനക്ക് വേണ്ടി എന്റെ ദൈവം തുറക്കുമെന്ന് ഞാൻ പറഞ്ഞ ആര് ചേർന്ന് അടച്ചു വെച്ചാലോ ഡെയ്സി വിശ്വസിച്ചോ, തുറക്കോ, തമ്പുരാൻ തുറക്കോ, പുറത്ത് വരോ, നന്മ വെളിപ്പെടോ, ചില നന്മകൾ കൂടെ കാണും. പരിശുദ്ധനോട് പറയുന്നു, പിടിച്ചു വെച്ചിരിക്കുന്ന ആരാണെങ്കിലും കരത്തിൽ തമ്പുരാൻ മടക്കി തരുമെന്ന്. മടക്കി എന്റെ ദൈവം തരുമെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. ആ ഭാഗം പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. പെനീനെ പ്രസവിച്ചു കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. പക്ഷെ ബൈബിളിനകത്ത് ആരെ പറ്റിയാ എഴുതിയേക്കുന്നത്? പെനീനയുടെ കുഞ്ഞാണോ ദാൻ മുതൽ ബേർശേബ വരെ ഉണ്ടായത്? ഹല്ലേലൂയ. ശമൂവേൽ എന്നുള്ള വിളി കേട്ടത് ആരുടെ ഉദരത്തിൽ നിന്ന് വന്ന തലമുറയാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ അടഞ്ഞെന്ന് തോന്നിയ ഉദരത്തിൽ നിന്ന്, പിശാച് ഇനി വരത്തില്ലെന്ന് പറഞ്ഞ ഉദരത്തിൽ നിന്ന്, നന്മ കാണത്തില്ലെന്ന് പറഞ്ഞ ഉദരത്തിൽ നിന്ന്, ഇനി വിടുതൽ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ഉദരത്തിൽ നിന്ന് അടുത്തൊരു പ്രവാചകൻ പുറത്തു വന്നെങ്കിൽ തമ്പുരാൻ നിന്റെ അപേക്ഷ കേട്ട് നിനക്ക് വേണ്ടി സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ്
ശകലമന രഗദന ഘടകസിയ അർച്ചന വൈഡ രഗൽക്കമന ഘടക. ഹല്ലേലൂയ. ആർക്കുമുള്ള വിടുതൽ പോലെ അല്ല കേട്ടോ, ആർക്കും ചിന്തിക്കുന്നത് പോലെ അല്ല നിന്റെ വിടുതല്. അത് കുറച്ച് ഡിഫറന്റാ, അത് കുറച്ച് ഡിഫറന്റാ. ഹല്ലേലൂയ. ആലയത്തിനകത്തെ അടുത്ത ശുശ്രൂഷ ചെയ്യുവാൻ, ആലയത്തിനകത്തെ അടുത്ത ശുശ്രൂഷ ചെയ്യുവാൻ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഈ പദമൊക്കെ അന്നയുടെ പേരൊക്കെ കൊണ്ട് മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് ചേർത്തിട്ട് പറ, അന്നെ ഓർത്തതുപോലെ എൻ്റെ പേര് ചേർത്തിട്ട് പറ, ദൈവം എന്നെ ഓർക്കുമെന്ന്. ദൈവം എന്നെ ഓർക്കും. ഗീരാന്റി പറഞ്ഞു, ദൈവം എന്നെ ഓർക്കൂ, ദൈവം എന്നെ ഓർക്കൂ. ദൈവം നിന്നെ ഓർത്ത ലേയയുടെ തലമുറ പോലെ അല്ല, ലേയയുടെ തലമുറകളെ പോലെ അല്ല. നിന്റെ തലമുറ ഡിഫറന്റാ. നിന്നെ ഓർത്ത, നിന്റെ അപേക്ഷ കേട്ട് നിനക്ക് വേണ്ടി വെളിപ്പെട്ട തലമുറയാണെങ്കിൽ ആലയത്തിൽ പ്രയോജനപ്പെടണ്ട.